ഇന്ന് നമ്മുടെ പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് യാത്രകളാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്കിപ്പോൾ നമ്മൾ റീൽസൊക്കെ ചെയ്യുമെങ്കിലും നമ്മളുടെ സ്വന്തം വർക്ക് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വർക്ക്. വീടുകളിലേക്ക് വേണ്ടി സോളാർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ജോലി. അപ്പം ഞങ്ങൾ രണ്ടുപേരും പോവാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സൈറ്റിലേക്കാണ് കേട്ടോ നമ്മൾ പോയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പുറത്തൊക്കെ കുറേ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഇന്ന് വർക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് സിസ്റ്റമൊക്കെ ഓൺ ചെയ്തൊക്കെ നോക്കുകയാണ്. അപ്പോൾ കണ്ണന് ഇതിനെ പറ്റിയൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ആള് എല്ലാം നോക്കുകയൊക്കെ ചെയ്യാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറേ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ അതൊരു ഇൻഫർമേഷനും കൂടി ആവുമല്ലോ. അപ്പോൾ ഇവിടുത്തെ സ്ഥലത്ത് ടൈൽ ഇട്ടേക്കണോണ്ട് നമുക്ക് എർത്ത് ചെയ്തപ്പോൾ അത് പുറത്ത് കാണരുതെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഇങ്ങനെ എർത്ത് ചെയ്തേക്കുന്ന പുറത്ത് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ അവർ ടൈല് മാറ്റിയിട്ട് അവിടുത്തെ മണ്ണൊക്കെ എടുത്തിട്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് വീണ്ടും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ചെയ്തേക്കണത് ഇതെനിക്ക് ആ ചെയ്ത പിള്ളേരെടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറാനായിട്ട് എനിക്ക് കുറച്ച് പേടിയാണ്. അങ്ങനെ ഏറ്റവും ടോപ്പിലായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സൈഡൊന്നും ഇല്ല. അപ്പോൾ അവർ തന്നെയാണ് കേട്ടോ അത് വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. പിന്നെ സൈഡിൽ കൂടെയൊക്കെ അവർ തുളച്ചതൊക്കെ കറക്റ്റായിട്ട് സീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതേ കണ്ണൻ ഒരു ഊഞ്ഞാലിൽ മറിഞ്ഞെടുക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് വെച്ചപ്പോൾ ഒരു കോള് വന്നപ്പോൾ ഊഞ്ഞാലെ കയറി ഇരുന്നതാന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഇരുന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കണക്കിന് കഷ്ടപ്പെട്ട് ഊഞ്ഞാലെ കിടന്നപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ആയിപ്പോയി. തറയിലാണ് കിടക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ഇറങ്ങാനുള്ള കഷ്ടപ്പാട് ഓർത്തപ്പോൾ എങ്ങനെയെങ്കിലും ഇറങ്ങണമല്ലോ. അപ്പം ഞാൻ തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നൊക്കെ ആയിട്ട് ഇറങ്ങി. എന്നാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇതിൽ കറക്റ്റായിട്ട് ഇരുന്നിട്ടേ കാര്യമുള്ളൂ എന്ന് കരുതി ഊഞ്ഞാലെ മറിച്ചു വെച്ചിട്ട് ഞാൻ വീണ്ടും കയറിയിരുന്നു. അപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇപ്പൊ കാണാട്ടോ. ഞാൻ തറയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.